ഇന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. സർ, അതേപോലെ തന്നെ വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഉയർന്നു വരുന്നത്. സർ, നമ്മുടെ നാട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ലെന്നടിക്കാനാവില്ല. രാജ്യത്തെല്ലാമുള്ള വിദഗ്ധരും നിഷ്പക്ഷമതികളുമെല്ലാം നമ്മെ ആ കാര്യത്തിൽ സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, 2011-16 കാലഘട്ടം എടുത്താൽ കേരളത്തിൽ ആരംഭിച്ചിരുന്നത് 300 സ്റ്റാർട്ടപ്പുകളായിരുന്നു. 2016 ശേഷം ഇതുവരെ എടുത്താൽ 6100ഓളം സ്റ്റാർട്ടപ്പുകളാണ്. സർ, ഇതുവഴി 5800 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ 60,000 സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. സർ, IT വ്യവസായ രംഗത്ത് കേരളം ഗണ്യമായ പുരോഗതി കൈവരിക്കുകയാണ്. ഇവിടെ IT രംഗത്തെ കയറ്റുമതി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 34,123 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 90,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. 2016 IT പാർക്കുകളിൽ തൊഴിലെടുത്തത് 78,068 പേരായിരുന്നു. ഇപ്പോൾ 1,47,200 പേരാണ് അവിടെ ജോലിയെടുക്കുന്നത്. സർ, വ്യവസായ മേഖലയിൽ നല്ല പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. അത് ആർക്കും കാണാൻ കഴിയുന്നൊരു വസ്തുതയാണ്. സംരംഭക വർഷത്തിൻ്റെ ഭാഗമായി 3,41,636 സംരംഭങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു. സർ, ഇതുവഴി 21,920 കോടി 88 ലക്ഷം രൂപയുടെ നിക്ഷേപം വരികയുണ്ടായി. തൊഴിലവസരങ്ങൾ 7,24,590 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി. ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, 1,00,000-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ്. അതും ഒരു പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. സർ, നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖല 2016 തളർന്നു കിടക്കുകയായിരുന്നു. പക്ഷെ LDF സർക്കാർ ആ കാർഷിക മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനു വേണ്ടി ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത്. അതിൻ്റെ തെളിവായി കാണാൻ കഴിയും, നെൽകൃഷി 2.5 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വിസ്തൃതി നേരത്തെ 1.2 ലക്ഷം ഹെക്ടറിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉൽപാദന വിപണന മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് യുവതലമുറയടക്കം കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കാർഷിക മൂല്യവർദ്ധനവിനും അതിനുതകുന്ന നടപടികളും സ്വീകരിച്ചു വരികയാണ്. സർ, ഇവിടെ നാളികേരത്തെ പറ്റി നേരത്തെ പരാമർശിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ നാളികേര കൃഷി തന്നെ ഏകദേശം ഇല്ലാതാക്കുന്ന നടപടികളായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത് സ്വീകരിച്ചത്. LDF സർക്കാർ വന്നതിന് ശേഷമാണ് ഈ മേഖലയിൽ വലിയ ഉണർവുണ്ടായത്. നാളികേരത്തിൻ്റെ താങ്ങുവില 32 രൂപയിൽ നിന്നും 34 രൂപയായി വർദ്ധിപ്പിച്ചു. നാളികേര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച കേരഗ്രാമം പദ്ധതി അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം 98 കേരഗ്രാമങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത്. 12,64,000 തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത്. സർ, ഇവിടെ കാർഷിക രംഗത്തെ പറ്റി പറയുമ്പോൾ
ആസിയാൻ കരാർ ഓർക്കാതിരിക്കാൻ പറ്റില്ല. സർ, ആസിയാൻ കരാർ ഒപ്പുവെച്ചതിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണല്ലോ കോൺഗ്രസ്. കേരളത്തിലെ UDFും ആസിയാൻ കരാറിനെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്തവരായിരുന്നു. സർ, ആസിയാൻ കരാറിനെതിരെ സമരം ചെയ്ത ഇടതുപക്ഷത്തെ വല്ലാതെ പരിഹസിക്കുകയായിരുന്നു അന്ന് UDF ചെയ്തത്. സർ, റബ്ബർ കൃഷിയുടെ നട്ടെല്ലൊടിച്ചത് ആസിയാൻ കരാറാണ്. അപ്പോൾ ആകാവുന്ന വിധത്തിൽ റബ്ബർ കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത്. സർ, എന്നാൽ LDF സർക്കാർ റബ്ബർ സബ്സിഡിക്കുള്ള തുക 600 കോടി രൂപ ഉയർത്തിയിട്ടുണ്ട്. റബ്ബർ റീപ്ലാന്റിംഗ് സബ്സിഡി 50,000 രൂപയായി ഉയർത്തണമെന്നും റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സർ, അതേപോലെ തന്നെ ക്ഷീരസഹകരണ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്.